അതെ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വിശേഷം കാണിച്ചു തരാം. ആസാമിലെ ഒരു സൺഡേ മാർക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഇത് ചൊവ്വാഴ്ചയുണ്ട്, പക്ഷേ ചൊവ്വാഴ്ച അത്രയും ആളുണ്ടാകത്തില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അവധി ആയതുകൊണ്ട് മിക്ക ആളുകൾ ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ശരിക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 100 മീറ്റർ കഷ്ടിയേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്കൂളിലെ 2 ചേട്ടന്മാർ ആ ജംഗ്ഷൻ വരെ പോകുന്നു. അവർ ടംടമിലാണ് പോകുന്നത്. ടംടം എന്ന് പറഞ്ഞാൽ റിക്ഷ. അപ്പം നമ്മളും അതിൽ കയറി. അപ്പോൾ അവർ നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. അപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ മാർക്കറ്റിൽ നമുക്ക് എന്തും കിട്ടും. അത്രയും വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാ സാധനങ്ങളും നമുക്ക് ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അതെ, ആ കൊട്ടയുടെ അകത്ത് കെട്ടി വെച്ചിരിക്കുന്നത് താറാവിൻ്റെ കുഞ്ഞാണ്. അത് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഓരോ കിറ്റിലും കെട്ടിവെച്ചിരിക്കുന്നത് നമ്മുടെ കപ്പരങ്ങയില്ലേ, അത് പല ഭാഷ ഓമക്ക, കപ്പളങ്ങ, അതിൻ്റെ പൂവാണ്. അത് കയ്പ്പാണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കറികളാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പനന്നൊങ്കാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ആ കാണുന്ന അപ്പൂപ്പൻ ഇവിടെ പഴം വിൽക്കുന്നുണ്ട്. ഈ അപ്പൂപ്പൻ പഴം തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ തൂക്കിയൊന്നുമല്ല തരുന്നത്, അതായത് കിലോ കണക്കല്ല, ½ kg 1 kg അങ്ങനെ ഒരു കണക്കേ ഇല്ല, പഴ എണ്ണിയാണ് തരുന്നത്. അതായത് 4 പഴത്തിന് 10 രൂപയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പടലപ്പഴം തന്നത് അപ്പൂപ്പൻ 40 രൂപയ്ക്കാണ് കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് പഴം മേടിച്ചു. ഇനി അങ്ങോട്ട് കാണുന്നത് അങ്ങ് വിശാലമായിട്ട് പച്ചക്കറികളുടെ ഒരു ഷോപ്പാണ്. അതായത് പലതരത്തിലുള്ള പച്ചക്കറികൾ ആ നിരപ്പിൽ അവരിട്ടങ്ങ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് പല പ്രായത്തിലുള്ളവരുണ്ട്. ആ ഇരിക്കുന്ന അമ്മച്ചിക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. അമ്മച്ചി നമുക്ക് എപ്പോഴും പൈനാപ്പിൾ കൊണ്ട് തരാറുണ്ട്. അവരുടെ വീട്ടിലുണ്ടായ പൈനാപ്പിളാണ് നമുക്ക് മിക്കപ്പോഴും കൊണ്ട് തരാറുള്ളത്. കണ്ടോ, ആ കാണുന്നതൊക്കെ ചില നമ്മുടെ ഈ കാട്ടിലൊക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബ്രയോഫൈറ്റ്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയണത്, എനിക്ക് മലയാളം അറിയില്ല. അതാണ് ഈ ചെടൻ്റെ കയ്യിരിക്കുന്നതും അതേപോലെയുള്ള ഒരു പുല്ലുവർഗ്ഗമാണ്. അതൊക്കെ അവർ കഴിക്കും. പിന്നെ ഈ കാണുന്നത് ചെരുപ്പ് കടയാണ്. ഈ ചെരുപ്പ് കടയുടെ നടുക്ക് ഒരാളിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ടേ. അപ്പം ഞാൻ അവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഹായ് പറയുന്നു. അതാണ് അവൻ എന്നെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ കിട്ടും. 100 രൂപ 200 രൂപ അങ്ങനെയുള്ള കണക്കിലൊക്കെയാണ് ചെരുപ്പിൻ്റെയൊക്കെ വില. പിന്നെ ചേമ്പ്, അതേപോലെ ചേന, അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ പച്ചക്കറികളും മാറും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വരുന്നത്. ഇനി ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ അങ്ങ് വിൻ്റർ തുടങ്ങും. വിൻ്റർ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും പച്ചക്കറികൾ മാറും. അപ്പം ഈ ആൻറ്റി അടുത്ത് നിന്നാണ് ഞാൻ സാധാരണ പച്ചക്കറി വാങ്ങിക്കാറുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 100 രൂപയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ച നമുക്ക് എടുക്കാനുള്ള പച്ചക്കറി നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ചേമ്പ് പോലെയൊക്കെയുള്ള ഒരു പച്ചക്കറിയാണത്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ചേമ്പിൻ്റെ കൂമ്പാണ് ആ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ചേമ്പിൻ പൂ. അതുമൊക്കെ ഇവിടെയുള്ളവർ വാങ്ങി ഭക്ഷണമാക്കാറുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല, ഉപയോഗിച്ചിട്ടില്ല ഞാനിതുവരെ. നമ്മൾ ഈ പച്ചക്കറിയെല്ലാം വാങ്ങിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റ് കാണാൻ പറ്റുമേ. പിന്നെ ഇവിടുത്തെ നാരങ്ങയൊക്കെ നമ്മുടെ പോലത്തെ നാരങ്ങയല്ല, നല്ല നീളമുള്ള നാരങ്ങയാണ്. ഈ എൻ്റെ പുറകിൽ കാണുന്നത് ഒരു പല ചില്ലറ കടയാണ്. അതായത് നമുക്ക് അവിടെ അരിയുണ്ട്, എണ്ണയുണ്ട്, കടലയുണ്ട്, പരിപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കടയാണ് ഇത്. ഇതിവർ ഞായറാഴ്ച മാത്രമാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ആരും ഉണ്ടാകത്തില്ല. ഈ കടകളൊക്കെ ക്ലോസ് ആയിരിക്കും. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമേ ഈ കടകൾ തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫിഷ് മാർക്കറ്റ് കാണാൻ പറ്റും. ഈ ചേച്ചിയുടെ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ കച്ചവടത്തിനായിട്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവരെല്ലാവരും വരും. കാര്യം ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അച്ഛനെയും അമ്മേനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും. പിന്നെ ഈ അപ്പൂപ്പന് നല്ല പ്രായം ഉണ്ടെങ്കിൽ അപ്പൂപ്പന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പൂപ്പൻ ഇപ്പം നമ്മുടെ കയ്യിൽ GPay ആണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ്റെ ഫോണിൽ നിന്ന് QR കോഡൊക്കെ എടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാനൊക്കെ എടുത്ത് തരും. അപ്പം അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പൻ അത്യാവശ്യം വിവരമൊക്കെയുള്ള കൂട്ടത്തിലുള്ള അപ്പൂപ്പനാണ്. ബാക്കിയുള്ള ഈ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് പൈസയാണ് വാങ്ങിക്കാറുള്ളത്. പൊതുവേ എല്ലാവർക്കും GPay വഴിയല്ല നമ്മൾ പൈസ കൊടുക്കാറുള്ളത്. ഭൂരിഭാഗം പേരും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആസാം ആയതുകൊണ്ട് കടലിൻ്റെ തീരത്തല്ലല്ലോ. അപ്പം നമുക്ക് കടലിലെ മീൻ ഇവിടെ അപൂർവം, ഉണങ്ങിയ മീൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള കടൽ മീനൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ
ഉണക്കമീനാണ്. ചെമ്മീനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചൂടനുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണക്കി വെച്ചിരിക്കുകയാണ്. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല, ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവരുടെ ഈ ഉണങ്ങിയ മീനൊന്നും ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് പുഴമീനാണ് കേട്ടോ, ഏറ്റവും പ്രധാനമായിട്ട്. ഈ അമ്മച്ചി തേങ്ങ വിൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുവാണ്. ഇങ്ങനെ ഇവർ തേങ്ങ പൊതുവെ ഉപയോഗം കുറവാണ്. ഇവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഇവിടെ ഇല്ല. പിന്നെ ഈ ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ പിത്ത അതേപോലെയുള്ള ബിഹു ഒക്കെ വരുമ്പോൾ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾക്കൊക്കെയാണ് അവർ കൂടുതലും തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നത്. കറികളിലൊന്നും അങ്ങനെ അവർ തേങ്ങ ഉപയോഗിക്കാറില്ല എന്നാണ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് മാർക്കറ്റ് കാണാൻ പറ്റുമേ. പുഴമീനാണ് കണ്ടോ, ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മീനാണ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവർ നമുക്ക് മുറിച്ച് തരും. വിലയും അത്ര വിലയൊന്നുമില്ല, 100-150 രൂപ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിലകളിലാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ ഇവർ മീനിൻ്റെ തലയൊന്നും ഇവർ കളയത്തില്ല. പിന്നെ ഇവിടെ ആ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന പൊടിമീൻ കണ്ട, ആ മീനിന് ഭയങ്കര റേറ്റാണ്. ഒരു പിടി പൊടിമീൻ തന്നാൽ പോലും നമ്മളൊരു 100 രൂപ 150 രൂപ വാങ്ങിക്കണം. ഇവർ അതേപടിയാണ് ഇവർ കറി വെക്കാറുള്ളത്. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ മീനെല്ലാം ജീവനോടുകൂടിയ തന്നെയാണ് ഇവർ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ കാലത്തിലൊക്കെ കാണുന്ന മീനൊക്കെ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്, അതിനൊക്കെ ജീവനുള്ളതാണ്. അപ്പം ഇവർ മുറിച്ച് തരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ ഹോട്ടൽ പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ ഭക്ഷണമാക്കി കൊടുക്കുവാണ്. ഇഡ്ഡലി പോലെയൊക്കെയുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫുഡ് നമുക്കിവിടെ കിട്ടും. കുഗിനിയുണ്ട്, അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ നമ്മൾ ഇത്തിരിയുടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തും. അവിടെ നമുക്ക് ചിക്കനുണ്ട്, ഉണ്ടോ, ചിക്കനൊക്കെ ഉണ്ട്. അത് മുറിച്ച് തരും. പിന്നെ ചിക്കൻ്റെ കാലൊക്കെ അവർ കളഞ്ഞിട്ടില്ല, അത് വേറെ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് മേടിക്കാനായിട്ട് വേറെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയ ലേഡി സ്റ്റോറാണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്, പൊട്ടും കൺമഷിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ കടയാണ്. അതേപോലെ എമർജൻസി ലാമ്പുകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ടെക്സ്റ്റൈൽസിലേക്കാണ്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നമുക്ക് മനസ്സിലാവും കോട്ടനാണ്. ഇപ്പോൾ ചൂട് കൂടുതലാണല്ലോ, അതുകൊണ്ട് കോട്ടനാണ്. ഇനി 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും പച്ചക്കറി മാറുന്നത് പോലെ തന്നെ ഈ പറയുന്ന ക്ലോത്ത് മെറ്റീരിയൽസ് മാറും. സ്വെറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. പിന്നെ നമുക്ക് ഇവരൊരു വില പറയും, നമ്മളത് വില പേശിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 10-20 രൂപയൊക്കെ നമുക്ക് കുറച്ച് തരാറുണ്ട്. ചോദിച്ചാൽ കുറച്ച് തരും. പിന്നെ നമ്മളങ്ങനെ വില പേശാൻ പോകാറില്ല. പിന്നെ ഇവിടെ ഇത് ഒരു ബേക്കറിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഒരു സ്വീറ്റ് ഐറ്റംസിൻ്റെ ഒരു കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജിലേബി അതേപോലെ തന്നെ ലഡുവിൻ്റെയൊക്കെ ആ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഞാനിതുവരെ ഇതൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ഈ അപ്പൂപ്പൻ തന്നെയാണ് ഇവിടെ കുക്കിംഗ് ഒക്കെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ലേഡി സ്റ്റോറാണ് ഇപ്പോൾ നമ്മളിത് കണ്ടത്. ഇനി ഇതൊന്നുമല്ല, ഇനിയും കുറേ വിശേഷങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് പോർക്കിനെയൊക്കെ കിട്ടും. അത് ഞാൻ അവസാനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പോർക്കിറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് അത് കാണണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്. ഇത് പോർക്കിറച്ചിയാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ അവർ പോർക്കിനെ കൊന്ന് ഇവിടെ തന്നെ ഇട്ടാണ് അവർ റെഡിയാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ് കേട്ടോ. അതുവരെ ബൈ.